ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നിഫ്റ്റി 400+ ഫിനിഷ് ആക്കാൻ പോണത്. ബാങ്ക് നിഫ്റ്റി 720, സെൻസസ് 1300. അപ്പോൾ ഇവിടെ നല്ല രീതിക്കുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്ന് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. 10-300 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു നിഫ്റ്റി രാവിലെയാണ് കാണിച്ചത്. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയത് 3 ട്രേഡാണ്. 3 ട്രേഡിൽ ഒരു ട്രേഡ് ഒരു അഗ്രസീവ് എൻട്രി പോലെ എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണ്. അതൊരു 40 പോയിൻ്റ് അടുത്താണ് പോയത്. നമുക്ക് ടോട്ടൽ ഇത്രയും സ്ട്രൈക്കുകളാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. 22,950 സി, 75,500 സി, 22,750 പി, 74,900 പി. സെൻസസും നിഫ്റ്റിയിലും ട്രേഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ് നിഫ്റ്റിയിലും സെൻസസിലും ഉണ്ട്. പെയ്ഡ് ഗ്രൂപ്പിലാണ് രണ്ടും കിട്ടിയേക്കണത്. നമുക്ക് ഫുൾ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് 22,950 സി നോക്കിയേക്കാം. ഈ ട്രേഡ് നമുക്ക് കോസ്റ്റ് എക്സിറ്റാണ്. എല്ലാ ട്രേഡുകളും ബയേഴ്സ് ലോത്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത് ലിമിറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മനസ്സിലായാലും ഈ ട്രേഡ് ലിമിറ്റ് എന്ന് എടുത്തവർക്ക് ഒരു കോസ്റ്റ് എക്സിറ്റ് ആണ്. ഇതേ ട്രേഡ്, അതായത് 22,950 പിന്നെയും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് SL ആണ്. 22,950 ഇവിടെയും കിട്ടിയാണത്. മനസ്സിലായില്ലേ? ഇതൊരു 10-21 പോയിൻറ്റ് പോയിട്ടുമുണ്ട്. ഇവിടെ എന്തെങ്കിലും ലോസ് ഉള്ളവർ ഈ ട്രേഡൊക്കെ ആയിട്ട് ലോസ് ഉള്ളവർ ഇതിൽ റിക്കവർ ആയിട്ടുണ്ടാവും. ബേസിക്കലി അതാണ് ഇങ്ങനത്തെ ഒരു ട്രേഡ് കേട്ടോ. ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു മാർക്കറ്റ്. ഒരു 10:30 ശേഷമൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു മാർക്കറ്റ്. ഒരു 12 വരെയും സ്ട്രഗ്ലിംഗ് തന്നെയായിരുന്നു. എന്നിട്ടാണ് നമുക്ക് അത്യാവശ്യം പോയിൻറ്റ്സ് കിട്ടിയേക്കണത്. പിന്നെ നമുക്ക് സെൻസസിലുണ്ടായിരുന്നത് ഇതിലാണ് 75,500 സിയിലാണ്. അത് കോസ്റ്റ് എക്സിറ്റാണ് വന്നേക്കണത്. ചിലവരിത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. 10 ക്യാൻഡലിൽ നമുക്ക് SL അല്ലെങ്കിൽ പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ എക്സിറ്റ് അടിക്കുക എന്നുള്ളതാണ്. ചിലവരിത് എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവും, ചിലവർക്ക് ഇത് പ്രോഫിറ്റ് വേണം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ SL ഒന്നും പോയിട്ടില്ല. 97 പോയിൻറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് കോസ്റ്റിൻ്റെ കാര്യം തന്നെ പറയണുള്ളൂ. അത് കോസ്റ്റിൽ കിടക്കട്ടെ. നല്ല രീതിക്ക് അത് മുകളിലേക്ക് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് പറയണില്ല. നമുക്ക് കോസ്റ്റ് എക്സിറ്റ് ആയിട്ട് തന്നെ ആയിട്ട് കൂട്ടാം. പിന്നെ നമുക്കുണ്ടായിരുന്നിട്ട് ഇവിടെ 22,750 പിയിലാണ് ഫസ്റ്റ് കിട്ടിയത്. ഇവിടെയാണ് എല്ലാത്തിലും ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണം, എന്നിട്ട് ലിമിറ്റഡ് എടുക്കണം. അതാണ് കോൺസെപ്റ്റ്. കറക്റ്റ് 10 പോയിൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതൊരു 35-40 പോയിൻ്റ് എടുത്ത് പോയിട്ടുള്ള ട്രേഡാണ്. ഇതേ ട്രേഡ് തന്നെ ഇതിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെയും വേറൊരു പൊസിഷനിൽ കിട്ടിയിട്ടുണ്ട്. 22,750 പി തന്നെയാണ് ഇത് കേട്ടോ. പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് SL ആണ്. പിന്നെ നമുക്ക് വൈകിട്ട് ഒരു 1 മണിക്ക് ശേഷം കിട്ടിയ ട്രേഡാണ് ഇത്. 22,750 പി സെയിം തന്നെയാണ്. ഇത് 50 പോയിൻറ്റ് ഫുൾ ടാർഗറ്റ് പോലുള്ള ട്രേഡാണ്. പിന്നെ നല്ല രീതിക്ക് മുകളിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്നത് സെൻസസിലായിരുന്നു. സെൻസസ് 74,900 പി ആണ്. ഇത് 200 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡും കൂടിയാണ് കേട്ടോ. നമുക്ക് സെൻസസിൽ ഈ ഫുൾ ടാർഗറ്റ് നിഫ്റ്റിയിലത്തെ നേരത്തെ കാണിച്ച ഫുൾ ടാർഗറ്റ് 50 പോയിൻറ്റ് കറക്റ്റ് കിട്ടിയില്ലേ. ഈ 2 ട്രേഡും ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് പോയതാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അവർക്ക് നോക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഗ്രൂപ്പിലുള്ളവർക്ക് ഇത് നമുക്ക് ബയേഴ്സ് ലോസ് ചെയ്യേണ്ട, സെല്ലേഴ്സ് റിജക്റ്റ് ആക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അങ്ങനെ കിട്ടിയ 2 ട്രേഡാണ്. ബേസിക്കലി ഞാൻ ആ ടൈമിൽ ഞാൻ അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ ഒരു 12 മണിക്ക് 12:15 അത് ലെവലിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 1 മണിക്ക് ശേഷം ആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡുകളാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റും. ബേസിക്കലി അങ്ങനെയാണ് ഈ 2 ട്രേഡും വന്നത്. നമ്മൾ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടൊരു 4 മണിക്ക് ശേഷം ബിറ്റ് കോയിൻ ചെയ്യുന്നുണ്ട്. ബിറ്റ് കോയിൻ ഓപ്ഷൻസാണ് ചെയ്യുന്നത്. ഡെൽടെക്സ് ഇന്ത്യയിലാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഇത് സ്പോട്ടാണ്. ബിറ്റ് കോയിൻ്റെ സ്പോട്ട് നോക്കുള്ള ട്രേഡിംഗ് അല്ല, സ്ട്രൈക്ക് നോക്കുള്ള ട്രേഡിംഗ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ബിറ്റ് കോയിൻ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഇന്ത്യയിൽ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഡെൽടെക്സ് ഇന്ത്യ. ഫ്യൂച്ചേഴ്സാണ് അവിടെ ട്രേഡ് ചെയ്യണത്. അപ്പോൾ ബിറ്റ് കോയിനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡെൽടെക്സ് ഇന്ത്യയിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എനിക്ക് DM ചെയ്ത് ചോദിച്ചാലും മതി. ഞാൻ എല്ലാതും ക്ലിയർ ആക്കി തരും. എന്നിട്ട് തന്നെ നിങ്ങൾ ട്രേഡിലേക്ക് ഇരിക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റൊക്കെ വന്നോളൂ കേട്ടോ. ആരും മോടി ചാടി പോയിട്ട് പിന്നത്തെ ഒരു മെയിൻ കാര്യമുള്ളത്, ഞാൻ തന്നെ സ്ട്രൈക്കിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ സ്ട്രൈക്കിൽ ട്രേഡ് ചെയ്യുക. അത്രയുള്ള കേസ്. ഞാനിപ്പോൾ ഒരു സ്ട്രൈക്ക് പറഞ്ഞു, അതിൽ ട്രേഡ് ആക്ടിവേറ്റ് ആയി. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ വേറെ സ്ട്രൈക്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൈസിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ടിപ്പായിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ പ്രൈസിലും സ്ട്രൈക്കിലും മാത്രം ട്രേഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. എന്നാലാണ് സക്സസ്സിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, Instagram ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് തിങ്കളാഴ്ച കാണാം. അപ്പോൾ ഓക്കെ, ബൈ.